ശ്രീകുട്ടി സംഭവം ഒരു സംഭവം പിടിയിട്ടില്ല. മൂവിയുടെ റിവ്യൂ കണ്ടപ്പോഴത്തേക്ക് കാണാൻ പോകണമെന്ന് നിങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ 9:30 ഷോ ബുക്ക് ചെയ്ത് പെട്ടെന്ന് തീരുമാനിച്ച തീരുമാനമാണ്. നേരെ നമ്മൾ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് സംഭവം പിടിയിട്ട് കാണും. അതെ, ഞങ്ങൾ സംഭവം മൂവി കാണാനായിട്ടോ വന്നേക്കുന്നത്. തിയേറ്റർ ഫുൾ ബ്ലാങ്ക് ആയിരുന്നു, എന്താ കാര്യമൊന്നും അറിയത്തില്ല. അങ്ങനെ മൂവി തുടങ്ങി. ദാണ്ട് ഇവിടെ മൂവി പെട്ടെന്ന് തന്നെ കഴിയുകയും ചെയ്തു. അപ്പോൾ സിനിമ കണ്ട ശ്രീകുട്ടിയുടെ അഭിപ്രായം എന്താണെന്ന് കേൾക്കാം. ശ്രീകുട്ടി സംഭവം ഒരു സംഭവം പിടിയിട്ടില്ല. തിയേറ്ററിൽ പോയി കാണുക. അതെ, മൂവി കണ്ട് ഇറങ്ങിയത് ഞങ്ങളുടെ കിളി പോയിട്ടുണ്ടായിരുന്നേ. കാരണം വേറെ ഒന്നുമില്ല, ഇവിടെ ഇപ്പം എന്താ സംഭവിച്ചതെന്ന് കേട്ടോ ഞങ്ങളിങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നത്. കാരണം സ്റ്റോറിയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ കൊള്ളാം, കണ്ടിരിക്കാൻ കൊള്ളാം. അടുത്തത് എന്താണ് സംഭവിക്കാൻ പോകണമെന്ന് നമ്മൾ ആ ഒരു സ്റ്റോറിയുടെ ലാസ്റ്റ് വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. എന്തിനി അടുത്ത് നടക്കാൻ പോകണം, ഭയങ്കര ടെൻഷൻ അടിച്ച്. അതായത് ഒരു പേടിപ്പിക്കുന്ന ഒരു ടൈപ്പ് മൂവിയാണ്. പിന്നെ ഓവറോൾ പറഞ്ഞാൽ കൊള്ളാം, പക്ഷേ സ്റ്റോറി എന്താണെന്ന് ഒരു വിധത്തിൽ ഞങ്ങൾക്ക് എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നുന്നു ഒരു വട്ടം കൂടി കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്റ്റോറി മനസ്സിലാവണം. പക്ഷെ എന്തൊക്കെയോ മനസ്സിലായില്ല, എന്തൊക്കെയോ മനസ്സിലായി, അത് തന്നെ പറയാട്ടോ. അങ്ങനെ മൂവി കണ്ടു കഴിഞ്ഞ് ഒരു 12 മണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക്.